നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 16-ാമത്തെ അധ്യായം ഇപ്പോൾ കേൾക്കാം. നോവൽ ഒറ്റമുലച്ചി, അധ്യായം 16. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. തുടക്കം പനിയായിരുന്നു. ഇപ്പോൾ ഓർമ്മയില്ലാതെ ഒരേ ഇരിപ്പാ. പാവം ഞാനിലെ കമലാക്ഷിയാ കൂട്ടിന്. മുരളിയേട്ടൻ ഇവിടെ ഇല്ലേ? വന്നു. ഓൻ ഇന്നലെ വരുമ്പല്ലേ അറിഞ്ഞത്. ഓർ 4-5 ദിവസമായി ടൗണിൽ പോയിരിക്കായിരുന്നു. ചായ എടുക്കുന്നതിനിടയിൽ അമ്മാളക്കൻ ശശാങ്കനോട് പറഞ്ഞു, എത്ര പെട്ടെന്ന് ഓർക്കിങ്ങനെ ഒരു അസുഖം. ശശാങ്കനും അതുതന്നെയാണ് ആലോചിച്ചത്. സഖാവിനും ആടെ ഒന്ന് പൊക്കൂടെ? പോണം അമ്മാൾക്ക. ആ കൈകൊണ്ടുണ്ടാക്കിയ ചായയും കഞ്ഞിയും കുറേ കുടിച്ചതാ. ചായ കുടിച്ച് കടയിൽ നിന്നിറങ്ങുമ്പോൾ പഴയ കാലങ്ങളിലായിരുന്നു ശശാങ്കൻ. വായന്നൂരിൽ പാർട്ടിക്ക് സ്വാധീനം വന്നു തുടങ്ങിയ പഴയ നാളുകൾ. സഹമാവൻ്റെയും മുരളിയേട്ടൻ്റെയും ഒക്കെ കാലം. കശുമാവിൻ തോട്ടത്തിലെ മുരളിയേട്ടൻ്റെ വീട്ടിൽ ഒത്തുകൂടിയ സന്ധ്യകൾ. അന്ന് മുരളിയേട്ടൻ്റെ അച്ഛനുണ്ടായിരുന്നു, വൈദ്യർ, നാട്ടിലറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ്. അവിടെ വെച്ചാണ് അഴീക്കോടൻ സഖാവിനെയും AKGയും ഒക്കെ നേരിൽ കാണുന്നത്. താനന്ന് അച്ഛൻ്റെ ഒപ്പം പണി പഠിക്കാൻ നിൽക്കുകയായിരുന്നു. മുരളിയേട്ടൻ അന്ന് ആലച്ചേരി സ്കൂളിൽ മെട്രിക്കുലേഷനില്ല. വൈദ്യരുടെ മരണം അന്നത്തെ സെക്രട്ടറിയെ അറിയിക്കാൻ രാത്രി പോയത് താനായിരുന്നു. സഖാവ് പറഞ്ഞു, മരണം കഴിഞ്ഞില്ലേ, നേരം വെളുക്കട്ടെ, ഞാൻ വരാം. സെക്രട്ടറിയോട് വല്ലാത്ത വെറുപ്പ് തോന്നി. രാത്രിയിലും പകലും ഭേദമില്ലാതെ സെക്രട്ടറിയും കൂട്ടരും കയറി ചെല്ലുന്ന വീട്. മുരളിയേട്ടൻ്റെ അമ്മ വച്ച് വിളമ്പിയ കപ്പയും പുഴുക്കും കഴിച്ചു നടന്നവർ. എന്നിട്ടും സെക്രട്ടറിക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി? കോരിച്ചൊരിയുന്ന മഴയായിരുന്നു അന്ന്. ഏറെ വൈകി മഴയൊന്ന് ശമിച്ചപ്പോൾ തൂക്കിപ്പിടിച്ച റാന്തലുമായി 2 പേർ വന്നു. അവരുടെ ഷർട്ടും മുണ്ടും ചെളി പിടിച്ച് വൃത്തികേടായിരുന്നു. കുടമടക്കി തലയിൽ കെട്ടിയ തോർത്തഴിച്ചപ്പോഴേ ആളെ മനസ്സിലായുള്ളൂ. സഖാവ് കണാരനും സഖാവ് ഗോപാലനും. നേരം വെളുക്കും മുമ്പ് അവർ പോയി. വൈദ്യരുടെ മരണശേഷം വായന്നൂരിൽ പാർട്ടിയുടെ ശക്തികേന്ദ്രമായി മാറിയത് മുരളിയേട്ടൻ്റെയും സഹമാമൻ്റെയും വരവോടുകൂടിയായിരുന്നു. സംഘടനാ കാര്യങ്ങളൊഴികെ മുരളിയേട്ടനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ല. ഒരുപക്ഷെ മുരളിയേട്ടനെ പാർട്ടി ഒറ്റപ്പെടുത്തുകയല്ലേ? എല്ലാം അറിഞ്ഞിട്ടും മുരളിയേട്ടൻ പറയും, ശശാങ്കൻ പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കണം, അതാണ് ശരി. തനിക്ക് പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചു തന്നത് മുരളിയേട്ടനാണ്. മുരളിയേട്ടൻ എന്നും പറയുമായിരുന്നു, കേട്ടോ ശശാങ്ക, മലബാറിൻ്റെ എന്തിന് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം നിങ്ങളുടെ ചരിത്രമാണ്. നിനക്കറിയോ, ബാർബർമാർ എന്നും കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. തൻ്റെ സഹമാമൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. മുത്തച്ഛൻ കോരൻ ചാലിയാൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു. കയ്യൂർ സമരത്തിലൊക്കെ മുത്തച്ഛൻ പങ്കെടുത്തിട്ടത്രേ. കോളയാട് ഇപ്പോൾ ഷാപ്പ് നടത്തുന്ന കേശവൻ മാമനും പാർട്ടി സഖാവാ. അമ്പലക്കണ്ടി കാവിലെ തെയ്യത്തോടനുബന്ധിച്ച് വായനശാല കമ്മിറ്റിയും അമ്പലക്കണ്ടി കാവ് തിറ ആഘോഷ കമ്മിറ്റിയും കൂടി ഇറക്കിയ ഒരു പുസ്തകത്തിൽ മുരളിയേട്ടൻ്റെ ഒരു കഥ വന്നത് വായനശാലയിൽ വച്ചു വായിച്ചു തോർത്തുപോയി. മുരളിയേട്ടൻ ബഷീറിനെ പോലെ കഥയൊക്കെ എഴുതുന്ന വലിയ ആളാണെന്ന് മനസ്സിലായത് അന്നാണ്. വായനശാലയിൽ മൂലയിൽ പൊട്ടിപ്പിടിച്ച് കിടന്നിരുന്ന ആ പുസ്തകം കമ്മിറ്റി സെക്രട്ടറിയോട് കൂടി ചോദിക്കാതെ എടുത്തു കൊണ്ടുപോയി. പിന്നെ പലതവണ ആ കഥ വായിച്ചിട്ടുണ്ട്. കഥയെക്കുറിച്ചൊരിക്കൽ മുരളിയേട്ടനോട് ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞു, കഥയല്ല ശശാങ്ക, ലേഖനാ. പക്ഷെ തനിക്കത് കഥയായേ തോന്നിയിട്ടുള്ളൂ. ഞങ്ങൾ ബാർബർമാരുടെ കഥ. കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിൻ്റെ ചരിത്രത്തിൽ മാർക്സിസത്തിന് വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായ മുടിമുറിക്കൽ തൊഴിലാളികളായ ചാലിയന്മാർ. കേരളത്തിൽ പാർട്ടി രൂപീകൃതമായതിനു ശേഷം പാർട്ടി വളർത്തുന്നതിനും വരും തലമുറയിൽ മാർക്സിസത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറ വളർത്തിയെടുക്കുന്നതിലും അവർ വഹിച്ച പങ്ക് നിസ്തൂലമാണ്. സ്വന്തം സ്വാർത്ഥ രാഷ്ട്രീയ താൽപ്പര്യത്തിനുള്ള സംഘടനാ ബോധവൽക്കരണത്തിനപ്പുറം പാർട്ടിയെ വളർത്തിയെടുക്കാൻ വായന്നൂരിലെ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സഖാവ് സഹദേവനെ പോലുള്ളവർ ചെയ്തിരുന്ന സേവനം വിലയേറിയതാണ്. അങ്ങനെ അവിടെ മലബാറിൻ്റെ ചരിത്രം മാർക്സിസത്തിൻ്റെയും സഹദേവന്മാരുടെയും ചരിത്രമാകുന്നു. അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് കയ്യൂരിലും കരിവെള്ളൂരിലും മൊറാറയിലും നടന്ന സമരങ്ങളിൽ കോരൻ ചാലിയാനെ പോലുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ജീവിച്ചിരിക്കെ ചരിത്രം സൃഷ്ടിക്കാനും ചരിത്രം നിലനിർത്തുവാനും അങ്ങനെ ചരിത്രം തന്നെ എഴുതുവാനും സഹദേവന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മലബാറിൻ്റെ വിജയം. അത് കേരളത്തിൻ്റെ മൊത്തം വിജയമാകുന്നു, മാർക്സിസത്തിൻ്റെ വിജയമാകുന്നു. KP മുരളി, മലബാറിൻ്റെ മാർക്സിസ്റ്റ് മാനിഫെസ്റ്റോ, സഖാവ് ലെനിൻ സ്മാരക വായനശാല കമ്മിറ്റി, അമ്പലക്കണ്ടിക്കാവ് തിറയാഘോഷ കമ്മിറ്റി. അങ്ങനെയുള്ള മുരളിയേട്ടൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ്? പലകുറി ചോദിച്ചു. വായന്നൂർക്കാരുടെ മനസ്സിൽ ഇന്നും പാർട്ടി എന്നാൽ മുരളിയേട്ടനാണ്. അത് മാറ്റുവാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ലെന്നറിയുന്ന ഒരാൾ PMG ആണ്. സഖാവ് ഇന്ന് സംഘടനയിൽ സജീവമല്ല. സഖാവ് ഇടയ്ക്ക. ശബ്ദം കേട്ടപ്പോഴേ ശശാങ്കന് പരിസരബോധമുണ്ടായുള്ളൂ.
വയലിൽ വെള്ളം തിരിക്കുകയാണ് നാണുവേട്ടൻ. മുരളിയേട്ടൻ്റെ അവിടം വരെ. പഴയ വഴി തന്നെ. പണ്ടൊക്കെ സഹമാമനൊപ്പം ഇതിലെ എന്നും വരും. പാർട്ടി ഓഫീസിൽ നിന്ന് മുരളിയേട്ടനെ ഇവിടെ ആക്കിയ ശേഷമേ മാമനും താനും കൈമയും മടങ്ങാറുള്ളൂ. ആ കാലം പോയി. കാറ്റുള്ളത് കൊണ്ടാവാം വെയിലിന് ചൂട് കുറവാണ്. വേഗം നടന്നു. വൈദ്യരുടെ മരണശേഷം അമ്മാളുവേടത്തി പുറത്തിറങ്ങി കണ്ടിട്ടില്ല. അതിനുശേഷം അജയേട്ടൻ്റെ പോക്കും അവരെ തളർത്തിയിരിക്കണം. അജയേട്ടൻ്റെ പോക്ക് മുരളിയേട്ടനെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ ചുമതലകൾ തനിക്ക് കൈമാറിയത്. പണ്ടൊക്കെ പാർട്ടി ഓഫീസിൽ ഒറ്റയ്ക്കാകുമ്പോൾ മുരളിയേട്ടന് പറയാൻ ധാരാളം കഥകളുണ്ടാവും. അജയേട്ടൻ്റെ പോക്കിന് ശേഷം മുരളിയേട്ടൻ സ്വതേ മൗനിയാണ്. ചിലപ്പോൾ ആരോടും പറയാതെ ഒരു പോക്ക് പോകും. കൂടെ നടക്കുന്ന തന്നോട് പോലും പറയില്ല. അമ്മയെയും മകനെയും കുറേ കഷ്ടപ്പെടുത്തി അജയേട്ടൻ. നാട്ടുകാർക്ക് പുകാരിയായിരുന്നെങ്കിലും വീട്ടിലെത്തിയാൽ അജയേട്ടൻ്റെ ഭാവം മാറും. അമ്മാളുവേടത്തി എത്ര തവണ ഉപദ്രവിച്ചിരിക്കുന്നു. അജയേട്ടനെ പേടിച്ച് അമ്മാളുവേടത്തി പാർട്ടി ഓഫീസിന് താഴെയുള്ള കൈക്കോറുടെ വീട്ടിൽ എത്ര തവണ ഒളിച്ചിരുന്നു. മുരളിയേട്ടൻ തന്നെ പാർട്ടി ഓഫീസിൽ എത്ര തവണ കഴിഞ്ഞുകൂടിയിരിക്കുന്നു. പിന്നെ അജയേട്ടനെ കുതിരവട്ടത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അവിടെ നിന്ന് എത്ര വട്ടം ചാടി. മുരളിയേട്ടനെ കൊല്ലാനായി പലതവണ കത്തിയുമായി വായന്നൂരിലെത്തി. എത്ര തവണ രാമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അവസാനം ചാടിയ വിവരത്തിന് വന്ന കമ്പി സന്ദേശം മുരളിയേട്ടൻ തന്നെയും കാണിച്ചിരുന്നു. പല വഴിയും അന്വേഷിച്ചു, കിട്ടിയില്ല. ഇപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു. സ്വന്തം മകന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഏതമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക? ആ അമ്മയ്ക്കിപ്പോൾ ഇങ്ങനെയായി. വീട്ടുമുറ്റത്ത് തന്നെ നിരവധി ആളുകൾ. മുരളിയേട്ടൻ എവിടെ? ശശാങ്കൻ്റെ കണ്ണുകൾ മുരളിയെ തേടുകയായിരുന്നു. പെട്ടെന്ന് മുരളി അകത്തു നിന്നിറങ്ങി വന്നപ്പോൾ ശശാങ്കൻ്റെ ഉള്ളൊന്ന് തേങ്ങി. മുരളിയുടെ കൈ പിടിച്ചു. കുറേ നേരം ഒന്നും മിണ്ടാനായില്ല. ഞാൻ അറിഞ്ഞില്ല. മുരളി തോളത്ത് തട്ടി. ഡോക്ടർ എന്തു പറഞ്ഞു? മരുന്ന് തന്നിട്ടുണ്ട്. ശശാങ്കൻ അകത്തേക്ക് കയറി. അമ്മാളുവേടത്തി ഭിത്തിയിൽ തലയണ ചാരി ഇരിപ്പാണ്. മുറിയിൽ പലരുമുണ്ടെങ്കിലും അവരാരെയും കാണാതെ കേൾക്കാതെ ഗാഠമായ ആലോചനയിലെന്ന പോലെ ചിത്രങ്ങൾ നോക്കിയിരിക്കുകയാണവർ. അങ്ങനെ അവിടെ നിൽക്കുവാൻ ശശാങ്കനായില്ല. പെട്ടെന്ന് പുറത്തിറങ്ങി മുരളിയുടെ അടുത്തെത്തി. മുരളിയേട്ടാ, കോഴിക്കോടോ മണിപ്പാലോ കൊണ്ടുപോയാൽ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ എന്താണ് പറയുക? ശശാങ്കൻ്റെ മുൻപിലെ ചോദ്യം അതായിരുന്നു. ഡോക്ടറുടെ അടുത്ത് പോയ കൈക്കോറ് തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുവാനായി ശശാങ്കൻ ധൃതിയിൽ നടന്നു. മണിപ്പാലിനോ കോഴിക്കോടിനോ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാമല്ലോ. ശശാങ്കൻ്റെ വരവും പോക്കും മുരളിയുടെ വീട്ടിൽ കൂടിയിരുന്ന പലർക്കും പിടിച്ചില്ല. പക്ഷേ ശശാങ്കൻ വരുമെന്ന് മുരളിക്ക് അറിയാമായിരുന്നു. മറ്റാരേക്കാളും ഓൻ്റെ മനസ്സ് അറിയുന്ന താനാണല്ലോ. തൻ്റേത് ഓനും. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമൂലിച്ചി എന്ന നോവലിൻ്റെ 16-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ കേട്ടത്. നോവൽ ഒറ്റമൂലിച്ചി, അധ്യായം 16. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്.